ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കിട്ടിയേക്കുന്ന നമുക്കൊരു നിഞ്ച സ്റ്റാർ ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യമേ നമ്മള് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പ് വരുന്ന പോലെ നമ്മൾ മടക്കണം. അതേപോലെ തന്നെ കറക്റ്റ് ഇതേപോലെ മടക്കണം. അപ്പം ബാക്കി പീസ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അത് നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. കത്രിക നമ്മൾ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ പേപ്പറിലും ചെയ്യാം, വലിയ പേപ്പറിലും ചെയ്യാം. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന വലിയ പേപ്പർ ആണെന്നേ ഉള്ളു. ഓക്കെ നമുക്ക് ആ കുഞ്ഞു പേപ്പർ മാറ്റി വെച്ചേക്കാം. നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ മടക്കിയിട്ട് നൂത്തെടുത്ത് നമ്മൾ വെട്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കണം. ഇതേപോലെ ഫസ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ നടുകേ ഒരു ലൈൻ വരുന്ന പോലെ മടക്കിയെടുക്കണം. നോക്ക് ഗൈസ്, ഇതേ കണക്കിപ്പോ നടുകേ ഒരു ലൈൻ വന്നണ്ട. അതേപോലെ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്താൽ അത്ര നടക്കുന്നില്ലെങ്കിലും നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്തേ പറ്റൂ. ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് അല്ലാതെ കീറുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലേ, ആ ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. കത്രിക ഇല്ലെങ്കിൽ നമുക്ക് കത്രിക വെച്ചൊന്ന് വെട്ടിയെടുക്കാം. നമുക്ക് ഇതിന്റെ ഇടയ്ക്കോട്ടൊന്ന് കയറ്റണം ഗൈസ്. കറക്റ്റിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കണം. കറക്റ്റിന് വന്നില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. കറക്റ്റ് അളവ് ഞാൻ ഓക്കെ ഗൈസ് പറ്റത്തില്ലേ കത്രിക വെച്ച്. നമുക്കിപ്പൊ ഇവിടെ നടുകെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ ലൈൻ തന്നെ ശ്രദ്ധിച്ച് കത്രിക വെച്ച് വെട്ടിപ്പോവാ. അതാകുമ്പോ കുഴപ്പമില്ലല്ലേ ഗൈസ്. നമുക്ക് വെട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ. നമ്മൾ വെട്ടിയെടുത്ത് രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ട് ആദ്യം ഒരു പീസ് എടുത്തിട്ട് നമ്മളിപ്പം നേരത്തെ ഒരു വലിയ പീസ് മടക്കിയ പോലെ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ വന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയൊക്കെ എടുക്കണം നമുക്ക് ഗൈസ്. നമുക്ക് മടക്കിയെടുക്കാം. നമുക്ക് മടക്കിയെടുത്തതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ മടക്കിയെടുത്തല്ലോ, ഇനി ഇതേ കണക്ക് ഇവിടെ ഇതേ കണക്ക് ഇപ്പൊ ഇങ്ങനെ മടക്കിയെടുത്ത് ഇനി അതേപോലെ നല്ലത് നമ്മൾ ഇപ്പൊ ഇങ്ങനെ മടക്കിയെടുത്തല്ലോ. എന്നിട്ട് നമുക്ക് ഇനി ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഓക്കെ, നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. മടക്കിയെടുക്കുമ്പോ ഇങ്ങനെ ഒരു ഇത് വരും. ഇനി നമ്മള് ഈ ലൈൻ കണ്ട ഇങ്ങനത്തെ ലൈൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ ആ കറക്റ്റ് ആ ലൈൻ കഴിയുന്നതിന് മുമ്പ് ഇത് കണക്ക് കറക്റ്റിന് ചെയ്തെടുത്താൽ നല്ല അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഭാഗം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പിടിച്ച് നമ്മള് ഇതിന്റെ കണ്ട ഇതേപോലെ മടക്കി അങ്ങ് വെച്ചു കൊടുക്കാതെ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണേ രണ്ട് സൈഡിലും. അപ്പൊ ഒരു സൈഡിൽ പിടിച്ചതാ ഇത് കണ്ട ഇങ്ങനെ ഞാൻ ഇപ്പൊ നേരത്തെ മടക്കിയ ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കണ്ട രണ്ട് സൈഡും രണ്ട് ഇതിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തന്നെ വേറെ എണ്ണം നമുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതേപോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഓക്കെ, നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മടക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ കറക്റ്റിന് തന്നെ വരണം ഗൈസ്. ഓക്കെ, നേരത്തെ ഇത് കറക്റ്റിന് വരുന്ന ഗൈസ്. ഒന്നുകൂടി മടക്കി കൊടുക്കാം. നമുക്ക് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണക്കങ്ങ് മടക്കാം. നമുക്ക് മടക്കി ഇതേപോലെ വരും. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ
അപ്പൊ ഇങ്ങനെയും ചെയ്യണം. അപ്പൊ അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇതേ കണക്ക് ഞാൻ ഇതാക്കി കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പം നമ്മൾ ചെയ്തെടുത്തോട്ടെ. ഇനി ഇതിന്റെ ഒരു ലോക്ക് ഉണ്ട്. നമുക്ക് ആ ലോക്ക് എല്ലാരും ശ്രദ്ധിച്ച് വീഡിയോ കാണണം, അല്ലെങ്കിൽ ആ ലോക്ക് നിങ്ങൾക്ക് മറന്നു പോകും. എനിക്കും ഞാൻ കുറെ എന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ ചോദിച്ചിട്ടാണ് ഈ ലോക്ക് പഠിച്ചെടുത്തത്. ചില സമയം എനിക്കും മറന്നു പോകും ഗൈസ്. നമുക്കിനി ഫസ്റ്റ് നമ്മൾ ഇത് കണക്ക് വന്നിട്ട് ഇതിങ്ങനെ മടക്കാം. അപ്പൊ ഈ ഭാഗം കണ്ട, ഈ ഭാഗം ഇവിടെ താഴെ പ്ലസ് കണക്ക് ഇരിക്കത്തില്ലേ, ഇതാണ്ട ഇത് കണക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ കണ്ട ഇത് ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ മടക്കി വെച്ചേക്കായിരിക്കും. ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കണം. അതേപോലെ തന്നെ വേണ്ട നമ്മൾ ഇവിടുത്തെ ഒരു സൈഡ് നമ്മളിപ്പോ ഇപ്പുറത്തെ ഒരു ഇത് മടക്കിയെടുത്ത് അതിന്റെ ഇവിടെ കണ്ട ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, അത് നമ്മൾ അതേപോലെ തന്നെ മടക്കിയെടുക്കണം. മടക്കിയെടുക്കുമ്പോ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്തത് അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് മടക്കുമ്പോ ഈ ഷേപ്പിൽ കിട്ടും. ഞാൻ അടുത്തൊരു ഇത് മടക്കി വേണം നിക്കേ. നമുക്ക് ഇതിനകത്തോ നമ്മൾ കണ്ട ഇപ്പൊ ഈ മൂന്ന് സാധനം ഇതേ കണക്ക് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. മടക്കി എടുക്കുമ്പോ ഇത് കണക്കായിരിക്കും മൂന്ന് സൈഡ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം ഉണ്ട്, അതേപോലെ നടക്കിയിട്ട് ഈ ഒരു ഭാഗത്തിന്റെ ഇവിടെ ചെറിയൊരു സ്പേസ് കാണും. അതിനകത്തോട്ട് ഇത് മടക്കി അങ്ങോട്ട് കയറ്റി വെച്ചെടുത്താൽ നമ്മളെ നിഞ്ച സ്റ്റാർ സെറ്റ് ഗൈസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അയ്യോതോ ഇളവിന്ന് ഗൈസ്, നമുക്കൊന്നുകൂടി സെറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇതിന്റെ അടിയിലോട്ടങ്ങ് കയറ്റി കൊടുക്കാം ഗൈസ്. അതായത് തന്നെ ഏതെങ്കിലും ഒരു സൈഡ് അതേപോലെ കയറ്റി കൊടുത്താൽ മതി, അപ്പൊ കറക്റ്റ് ആയിരുന്നോളും ഗൈസ്. നമുക്ക് അയ്യോ ഈ ലോക്ക് തെറ്റിപ്പോയി ഗൈസ്. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പൊ നമ്മൾ അതേപോലെ ഈ സൈഡ് ഇതേ കണക്ക് മടക്കണം, ഇത് ഇതേ കണക്ക് ഇതാണ്ട ഗൈസ് നോക്കിക്കോ. ഇതാണ്ട ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ലോക്ക് ചെയ്ത് വന്നപ്പോ തെറ്റിപ്പോയി ഗൈസ്. അപ്പൊ ഇത് കണക്ക് പ്ലസ് ആകൃതി ഇരിക്കുമ്പോ ഇവിടെ കണ്ട ഈ ഭാഗം നേരത്തെ കൈ വെച്ച് ആ ഭാഗം നമ്മൾ ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടക്കി കൊടുക്കണം ഇങ്ങോട്ട്. എന്നിട്ട് അതാണ്ട ഇവിടെ ഇങ്ങനത്തെ ഈ രണ്ട് ഭാഗം കൊണ്ട് നേരത്തെ ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോ ഇതേ കണക്കിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ഭാഗം ഉണ്ടായി, ഈ ഭാഗം ഇപ്പൊ ഞാൻ ഇങ്ങനെ മടക്കി, ഈ ഭാഗം കണ്ടപ്പോ അനക്കുന്ന ആ ഭാഗം അതേപോലെ മടക്കി കൊടുക്കുമ്പോ ഇത് കണക്കി ഇരിക്കും നമ്മ സാധനം. അപ്പൊ ഇത് ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ചെയ്ത കണക്ക് ഇതിങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ ഇരിക്കുമ്പോ ആദ്യത്തെ ലോക്കാവും. എന്നിട്ട് ഇതും കൂടി ഇങ്ങനെ മടക്കുമ്പോ അതും ലോക്കാവുമ്പോ ഈ ഒരു ഭാഗം മാത്രം ഉണ്ടല്ലേ, അതെടുത്ത് ഇപ്പൊ ഞാൻ ഇത് കണ്ട ഞാൻ ഇപ്പൊ തൊട്ട് കാണിക്കുന്ന അത് മടക്കിയിട്ട് ഈ ഭാഗം ഈ ഭാഗം അതിലോട്ട് കയറ്റി കൊടുത്താ മതി. വീണ്ടും പോയി ഗൈസ്, വീണ്ടും പോന്നു ഗൈസ്. ഇത് നമുക്ക് ഒന്നുകൂടി ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന പോലെ തന്നെ നിങ്ങൾ മടക്കണം. ഓക്കെ, നമുക്ക് മടക്കാം. നിക്കുന്നത് ഓക്കെ. ഇനി പോവരുത്, മൊത്തം തെറ്റിപ്പോന്നു ഗൈസ് എനിക്ക്. ഇപ്പഴാണ് നമുക്ക് ഇവിടെ ഇതിനകത്തോട്ടൊന്ന് ഇപ്പഴാണ് പിടി കിട്ടിയ ഗൈസ്. എങ്ങനെയാണ് നേരത്തെ മറന്നു പോയെങ്കിലും ഇപ്പഴാണെങ്കിൽ പിടി കിട്ടിയ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഇപ്പൊ ഞാൻ രണ്ട് വിരലും വെച്ച് എനക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലേ, അത് ഇങ്ങനെ എടുത്ത് മടക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഭാഗം അതിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോ അത് രണ്ടും ഇതാവും. എന്നിട്ട് ഇപ്പുറത്തെ രണ്ടും ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കണം. അയ്യോ ഇതാണൊക്കെ പോയി ഗൈസ്. നോക്കി ലോക്കിടാം. ഭയങ്കര പാടാണ് ഗൈസ് ഈ ലോക്കിടുന്ന കാര്യം.
എനിക്ക് ചില സമയമൊക്കെ മറന്നു പോകും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇനിയും ചില സമയമൊക്കെ ഈ ലോക്ക് ഇടുന്ന മറന്നു എന്താ എനിക്ക് നിക്ക് ഇപ്പഴാണ് എനിക്ക് പിടി കിട്ടിയ, സത്യം പറഞ്ഞ ഇപ്പഴാ പിടി കിട്ടിയ. ഈ പ്ലസ് ആകൃതി ഞാൻ ഇപ്പൊ കൈ വെച്ച് തൊടുക, അത് ഫസ്റ്റ് മടക്കണം. ഫസ്റ്റ് ഇത് മടക്കാം, പിന്നെ അത് സെക്കൻഡ് ഇപ്പൊ ഇത് കണ്ട, ഇത് മടക്കണം. മടക്കണം. മടക്കിയതിന് ശേഷം നമ്മൾ എന്തുവാ ഫസ്റ്റ് നമ്മൾ ഇത് മടക്കത്തില്ലേ, ഇതാണ്ട് ഈ ഞാൻ ഇപ്പൊ കൈ വെച്ച് തൊട്ട് കാണിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ മടക്കുമ്പോ ഈ ഭാഗം എന്താ ഇത് കണക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്ന് ഇതിന്റെ ഇവിടെ ഇങ്ങനെ നിക്കും. അപ്പൊ നമ്മള് അതൊന്ന് രണ്ടാമത് മടക്കേന്റെ അകത്തോട്ട് കയറ്റി കൊടുക്കാം. അത് കണക്ക് മടക്കിയിട്ട് ഇനി ഇതിന്റെ അകത്തോട്ട് കയറ്റി വെച്ചു കൊടുക്കാം. അയ്യോ, ഈ ലോക്ക് ആരെയും ഭയങ്കര കഷ്ടമാണ് ഗൈസ്. എന്താണ്ടോ ഓക്കെ ഓക്കെ. ഓ ഇപ്പൊ കറക്റ്റ് ഇതേപോലെ ലോക്ക് ഇടണം. ഇപ്പഴാണ് മനസ്സിലായത്. നമ്മൾ ഫസ്റ്റ് ഇപ്പഴാണ് പിടിക്കിയത്. ഇപ്പൊ ഇത് ഫസ്റ്റ് ഇത് കണ്ട ഞാൻ ഇപ്പൊ തൊട്ട് കാണിക്കുന്നു, അതെടുത്ത് ഇങ്ങനെ വെക്കണം. പിന്നെ ഇപ്പോഴത്തെ ഇതെടുത്ത് ഇങ്ങനെ വെക്കണം. പിന്നെ ഇതെടുത്ത് ഇങ്ങനെ വെക്കണം. ഇതെടുത്ത് അപ്പൊ നമ്മളിതാ ഈ പ്ലസ് ആകൃതി ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ കൈ വെച്ച് തൊട്ട് കാണിക്കുന്ന ഭാഗം അതേപോലെ മടക്കണം. പിന്നെ ഇതിപ്പോ താഴെ ഇരിക്കുന്ന ഇതിങ്ങനെ മടക്കി ഇപ്പൊ ഇത് രണ്ടും എന്നിട്ട് ഇതിങ്ങനെ അതിന്റെ അടിയിലോട്ടെടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഈ അതിന്റെ ഇപ്പൊ അടിയെടുത്ത് വെച്ച ഭാഗത്തിന്റെ രണ്ട് സൈഡും കാണും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മടക്കിയിട്ട് അതേ സൈഡ് തന്നെ അങ്ങ് മടക്കണം. മടക്കിയിട്ട് ഇത് കണക്ക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് കണക്ക് മടക്കണം. മടക്കിയതിന് ശേഷം ഇത് കണക്ക് വെച്ച് കയറ്റി കൊടുക്കാം. അയ്യോ, വീടിന് തെറ്റിപ്പോന്ന്. ഓക്കെ, ഈ തെറ്റിപ്പോയി ഗൈസ്. ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ മേലത്തെ ഫസ്റ്റ് ഈ സൈഡിലെ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ മേലത്തെ ഇതിങ്ങനെ എടുത്ത് മടക്കി കൊടുക്കുമ്പോ എന്നിട്ട് ഇപ്പുറത്തെ ഈ സൈഡിലെടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോ നമ്മൾ ഇങ്ങനെ ഇടും. ഇങ്ങനെയല്ലേ ഈ സത്യം പറഞ്ഞ ഇരിക്കുന്നത്. അപ്പൊ മടക്കി കൊടുക്കുമ്പോ ഇത്തിരി കണ്ട ഇവിടെ ഇങ്ങനെ നോക്കി, ഇവിടെ ഇപ്പൊ ഈ രണ്ടെണ്ണം ഇത് കണക്ക് മടക്കിയേക്കുന്ന എന്റെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം കണ്ട. അപ്പൊ നമ്മൾ മടക്കുമ്പം ഇത് കണക്ക് മടക്കുമ്പോ ഈ നമ്മളെ മടക്കുമ്പോ ഇത് കണക്ക് ഈ ഒരു ഭാഗവും ഇങ്ങോട്ടിരിക്കണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് കയറ്റി വയ്ക്കുമ്പോ അതൊക്കെ ലോക്ക. ഇത് ഇങ്ങോട്ട് ഇതിലാക്കി കൊടുക്കണം. അപ്പൊ ഈ ഭാഗം ഒരെണ്ണം കൂടി ഉണ്ട്, അതെടുത്ത് ഇങ്ങോട്ട് മടക്കി വെച്ച് കയറ്റി കൊടുക്കണം ഗൈസ്. കയറ്റി കൊടുത്താ നമ്മളെ ബ്ലേഡ് റെഡി. വീണ്ടും ഇത് ഇളവി പോന്നു ഗൈസ്. ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ അതെ, ഞാൻ ചെയ്തു വന്ന് ശരിയായിരുന്നെങ്കിൽ ഇത് ഇളവിപ്പോയി ഗൈസ്. അതാണ് പ്രശ്നം പറ്റിയത്. ഇപ്പൊ ഇപ്പൊ നമ്മൾ നിഞ്ച ബ്ലേഡ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. കണ്ട, ഇത് കണക്കാനും സാധനം ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് ഇളവിയ അങ്ങോട്ട് കയറ്റി വെച്ചാൽ കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. നമ്മൾ ഇതിൽ ഷേപ്പ് ആക്കാനുണ്ട് മടക്കി, അതിന് നോക്കി കയറ്റി വെച്ചും കൊടുക്കാം. ഇതേപോലെ ആയി. നമുക്ക് വീണ്ടും ഒന്ന് ഓടി ചെയ്യാം. ഈ ലോക്കിടുന്ന പരിപാടി ഭയങ്കര പാടാണ്. ഓക്കെ ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിതാ ഇത് കണക്ക് നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കി മേലത്തെ ഭാഗം ഇങ്ങനെ മടക്കി
മടക്കി എന്നിട്ട് ഈ സൈഡിലെ ഭാഗം ഇങ്ങനെ താഴോട്ട് വെച്ച് മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മളെടുത്ത് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കണം. കയറ്റി കൊടുക്കുമ്പോ ലോക്ക് ആയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ലോക്കിടെ അത്രയൊന്നും അറിഞ്ഞുകൂടാ. അന്ന് അന്ന് ഞാൻ സ്കൂളിലാണോ പള്ളിയിലാണോ എന്നറിഞ്ഞൂടെ. എന്റെ പള്ളിയിലാണ്ട് പോയപ്പോഴാണ് എന്റെ കൂട്ടുകാരെന്താ ഇത് ലോക്ക് ഇടുന്ന, എനിക്ക് എല്ലാം ചെയ്യാൻ അറിയാം, പക്ഷെ ലോക്ക് ഇടുന്ന മാത്രം അറിഞ്ഞൂടാ. അതെന്റെ കൂട്ടുകാരൻ പഠിച്ചു. ഇപ്പം ലോക്കായിട്ടുണ്ട് സാധനം, കണ്ടാ ലോക്കായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നുകൂടി പണിയാണ്. ഫസ്റ്റ് നമ്മൾ ഈ മേളിൽ ഇത് കണ്ട ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കണം. എന്നിട്ട് മേളിൽ ഇരിക്കുന്ന ഇത് ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിലെ ഭാഗം ഇങ്ങോട്ട് ഇത്തിരി താത്ത് മടക്കി കൊടുത്താല് നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് കയറ്റി വെക്കുമ്പോ അതും കൂടി അതിനകത്തോട്ട് ചേർന്നിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറ്റി കൊടുക്കുമ്പോ നമ്മൾ അവിടെ ലോക്കായിട്ടുണ്ട്. ഓക്കെ 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 നമുക്ക് ലോക്കായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ ഇത് മൊത്തത്തിൽ ഇളക്കേണ്ടി വരുമല്ലേ. ഇളക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇളക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അയ്യോ ഓക്കെ. നമ്മൾ പ്ലസ് ആകൃതി വെച്ചല്ലേ നമ്മൾ. എന്നിട്ട് ഇതിപ്പോ പ്ലസ് ആകൃതി ഇരിക്കുന്നു. ഇതെല്ലാം ഞാൻ മൂത്ത് വെക്കല്ലേ, ഇതേപോലെ ഇരിക്കുന്നു. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ നേരെ വെക്കണം. എന്നിട്ട് ഈ സാധനം അതിന്റെ മേലിലോട്ട് എടുത്ത് വെക്കുമ്പോ ഇതേപോലെ പ്ലസ് ആകൃതി ആവും. പ്ലസ് ആകൃതി ഇതൊക്കെ എല്ലാം പൊക്കി കാണിച്ചു തരാം. ഇത് നേരത്തെ മടക്കിയതിന്റെ എന്നിട്ട് ഈ സൈഡ് ഈ ഭാഗം എടുത്ത് ഇങ്ങനെ മടക്കണം. മടക്കിയതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗം കൊണ്ടായിട്ടാണ് നിൽക്കുന്നത്, അതിങ്ങനെ മടക്കണം. അത് ഞാൻ തിരിച്ചു വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. തിരിച്ചു വെച്ചാകുമ്പോ ഇതേ കണക്കിരിക്കും. ഇതേ ഫസ്റ്റ് ഇത് മടക്കണം. എന്നിട്ട് മേലത്തെ ഭാഗം ഇങ്ങനെ മടക്കണം. അപ്പൊ ഇതേപോലെ ആയിരിക്കും. എന്നിട്ട് ഈ ഭാഗം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗം കണ്ടായി ഇതിനെ ഇപ്പൊ മടക്കുക അത് ഇത്തിരി ഇങ്ങനെ കാത്ത് വെച്ചു കൊടുക്കുമ്പോ ഈ ഭാഗം ചെറിയ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കാണും. അപ്പൊ ഈ ഭാഗത്തോട്ട് മടക്കി അങ്ങോട്ട് കയറ്റി വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ നിഞ്ച സ്റ്റാർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കയറ്റി അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ നിഞ്ച സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോ എറിഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ നമുക്ക് എറിയാം. ഇതാണ് നമ്മളെ സാധനം. നമുക്ക് എറിയാം. ദോ പോയി ഗൈസ്. അവിടെ പോയി വീണിട്ടുണ്ട്. കണ്ട നമുക്ക് ഇനി ഒന്നുകൂടി എറിഞ്ഞു നോക്കാം. ദോ പോയി ഗൈസ്. നമുക്ക് ഇനി മേലോട്ട് എറിഞ്ഞു നോക്കാം. ദോണ്ട കണ്ട ഗൈസ്, ഇതിപ്പോണ്ട്. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.